അപ്പോൾ കുറേ നാളായിട്ട് ഈ കൂന്തൽ നിറച്ചത്, കോഴിക്കോടുകാരുടെ കൂന്തൽ നിറച്ചത് ഒരു വലിയ വൈറലായ വീഡിയോസ് ആയിരുന്നു. പക്ഷേ ഈ കൂന്തൽ എങ്ങനെ നന്നാക്കുന്നതെന്ന് അറിയാത്തത് കാരണം ഒട്ടുമിക്ക ആളുകളും തന്നെ കൂന്തൽ നന്നാക്കാറുമില്ല, വാങ്ങാറുമില്ല. ചിലവർക്കാണെങ്കിൽ ഇതിൻ്റെ ഈ വഴുവഴാന്നിരിക്കുന്ന ടെക്സ്ചറൊക്കെ കാണുമ്പോൾ വാങ്ങിക്കാനും ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഇത് വളരെ ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. അപ്പം നല്ല ഫ്രഷ് കൂന്തൽ എനിക്ക് അപ്പ കൊണ്ടുവന്ന് തന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. പക്ഷേ ഇത് വളരെ ഈസിയാണ് കേട്ടോ. ഈ സ്കിന്നിങ്ങനെ നമുക്കിങ്ങനെ ഈസി ആയിട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ അതെല്ലാം പോയി കൂന്തൽ നല്ല സുന്ദര കുട്ടനായിട്ട് കിട്ടും കേട്ടോ. പക്ഷേ എന്നിട്ട് അതിനുള്ളിൽ ഒരു പ്ലാസ്റ്റിക് പോലെയുള്ള സാധനവും കൈ കൊണ്ട് വലിച്ചെടുക്കുക. എൻ്റെ കൈക്ക് ചെറിയൊരു മുറിവ് പറ്റിയത് കാരണം എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. പിന്നെ ഇത് ഈ കാണുന്നത് പോലെ ഈ നീരാളി പോലെ ഇരിക്കുന്ന ഭാഗത്തു നിന്നൊക്കെ ഉള്ളതൊക്കെ കളയണം കേട്ടോ. പിന്നെ ഈ തൊലി എല്ലാം കളയണം. ഞാൻ ചില വീഡിയോസിലൊക്കെ ഇപ്പം ഇങ്ങനെ സ്കിന്ന് കളയണ്ടെന്ന് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കളയാറുണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ ഈ കണ്ണും ഞാനിങ്ങനെ ഞെക്കി കളയും കേട്ടോ. എനിക്ക് അതിൻ്റെ ആ മഷി പടരുന്നത് ഇഷ്ടമല്ല. പിന്നെ ഈ നീരാളി പോലെ ഇരിക്കുന്നതിൻ്റെ നടുക്കായിട്ട് എന്തോ ഒരു സംഭവമുണ്ട്, അതും ഞാൻ എടുത്ത് കളയും. പിന്നെ എല്ലാം കളഞ്ഞിട്ട് കുറേ വലിയ കൂന്തലായത് കാരണം അകത്ത് ഞാൻ നോക്കിയപ്പം മുട്ടയുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല കൂന്തലായിരുന്നേ. പിന്നെ ഇത് എങ്ങനെയാണ് കൂന്തൽ നിറച്ചതെന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാര്യം ഞാൻ കൂന്തൽ നിറക്കുകയല്ല ചെയ്തത്, കൂന്തൽ റോസ്റ്റാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ കൂന്തൽ റോസ്റ്റ് ചെയ്തതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.